നമസ്കാരം. പുതിയ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 10ാം ക്ലാസ് പരീക്ഷ 2026 അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് നമ്മളുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മൂല്യനിർണ്ണയം, അല്ലെങ്കിൽ വാല്യുവേഷൻ, അല്ലെങ്കിൽ പേപ്പർ നോട്ടം എന്ന് പറയുന്ന പ്രക്രിയയാണ്. അതിൽ ഇപ്രാവശ്യം നേരത്തെ 5-ാം തീയതി ഈസ്റ്ററാണ്. ഈസ്റ്റർ കഴിഞ്ഞ പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 6-ാം തീയതി മൂല്യനിർണ്ണയം തുടങ്ങാനായിരുന്നു തീരുമാനം. അത് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വോട്ടെടുപ്പാണ്. കേരളത്തിലെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏപ്രിൽ 9-നാണ്. അപ്പോൾ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ആ ആഴ്ച തിരക്കുള്ള ആഴ്ചയാണ്. ഒരുപാട് അധ്യാപകർക്ക് ഡ്യൂട്ടി ഉണ്ടാവും. ഒരുപാട് സ്കൂളുകൾ വോട്ടിംഗ് കേന്ദ്രങ്ങളായിരിക്കും. അപ്പം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ആ ആഴ്ച 6-ാം തീയതി മുതൽ തുടങ്ങുന്ന ആഴ്ച മൂല്യനിർണ്ണയം തുടങ്ങാൻ കഴിയില്ല. അങ്ങനെ പിറ്റേ ആഴ്ചയിലേക്ക് വരുമ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ട്. വിഷു, പിന്നെ മറ്റൊരു ഹോളിഡേ ഒക്കെ, അംബേദ്കർ ജയന്തി പോലെയുള്ള ഹോളിഡേയ്സ് ഒക്കെ വരുന്നത് കൊണ്ട് പുതിയതായിട്ട് ഇതൊരു ക്രമീകരണം, മൂല്യനിർണ്ണയത്തിൻ്റെ ഒരു പുതിയ ക്രമീകരണം വന്നിട്ടുണ്ട്. അതായത് ഏപ്രിൽ 16-നാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത്. 10 ദിവസം മുമ്പോട്ട് പോയിട്ടുണ്ട്. 6-ന് തുടങ്ങേണ്ടത് ഏപ്രിൽ 16-ന് മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അത് അവസാനിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതിന് പ്രകാരം 3 സ്പെല്ലായിട്ടാണ് ഉള്ളത്. ആ 3 സ്പെല്ല് കഴിഞ്ഞ് പേപ്പർ നോട്ടം അവസാനിക്കുന്നത് ശരിക്കും പിന്നെ മെയ് 2-ാം തീയതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു കാരണങ്ങളൊക്കെ അത് തന്നെയാണ്. ഇലക്ഷൻ നടക്കുന്ന ആഴ്ചയിൽ എന്ന് വെച്ചാൽ എല്ലാ പോളിംഗ് ഓഫീസർമാരായിട്ടുള്ള അധ്യാപകരുണ്ടായിരിക്കും. അപ്പോൾ അപ്പോൾ വാല്യുവേഷനിൽ പങ്കെടുക്കാനാവില്ല. പിന്നെ മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ക്ലാസ് ഉണ്ടാവും, ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ആണ് ഇപ്പോൾ പരീക്ഷാ ഭവൻ വരുത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു ഇതുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ വാല്യുവേഷനിൽ ഈ കൗണ്ടിങ് സെൻറ്റർ ആയിട്ടുള്ള ചില സെൻറ്ററുകൾ ഉണ്ടാവും. പേപ്പർ നോട്ടവും കൗണ്ടിങ് സെൻറ്ററും. ഇപ്പോൾ സാധാരണഗതിയിൽ രണ്ടും കൂടി ഒരു സ്ഥലത്ത് അനുവദിക്കാറില്ല. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായിട്ടും പേപ്പർ നോക്കുന്ന കേന്ദ്രങ്ങളായിട്ടും വരുന്ന ചില സെൻറ്ററുകൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സെൻറ്ററുകളിൽ നിന്ന് വാല്യുവേഷൻ മറ്റൊരു സെൻറ്ററിലേക്ക് മാറ്റാറുണ്ട്. അപ്പം ഇതിനൊക്കെ സമയം വേണം. അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടികളെ അറിയിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ നമ്മൾ ഈ വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ മെയ് 8-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മെയ് 8-ാം തീയതി SLCയുടെ റിസൾട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നടക്കില്ല. മെയ് 15-ഓടുകൂടി മാത്രമേ റിസൾട്ട് പബ്ലിഷ് ആവുകയുള്ളൂ എന്ന കാര്യമാണ് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരീക്ഷാ ഭവനെ സംബന്ധിച്ചിടത്തോളം മൂല്യനിർണ്ണയത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം കൃത്യമായി പരീക്ഷാ ഭവൻ നടത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷ കഴിഞ്ഞിട്ടുള്ള മിക്ക വിഷയങ്ങളുടെയും സ്കീം ഫൈനലൈസേഷൻ ക്യാമ്പ് നടന്നു. അപ്പോൾ സ്കീം ഫൈനലൈസേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്, സ്കീം എന്നത് ഇവിടെ അർത്ഥം ഉത്തര സൂചിക എന്നാണ്. ഈ ചോദ്യപേപ്പറിൽ പരീക്ഷ കഴിഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തര സൂചിക ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് സ്കീം ഫൈനലൈസേഷൻ എന്ന് പറയുന്നത്. ആ സ്കീം ഫൈനലൈസേഷൻ നടത്തുമ്പോൾ ബന്ധപ്പെട്ട ചോദ്യകർത്താവ് അവിടെ എത്തും. കേരളത്തിലെ ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ സീനിയർ അധ്യാപകരും ഒരുമിച്ചിരുന്ന് ഓരോ ചോദ്യത്തെപ്പറ്റിയും ഡിസ്കഷൻ നടത്തി അതിനുശേഷം എല്ലാ അധ്യാപകരും സാധാരണഗതിയിൽ ഒരു കെട്ട് പേപ്പർ കൂടി നോക്കി കുട്ടികൾ എങ്ങനെ ഈ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുശേഷം വീണ്ടും ഒത്തുകൂടി ചർച്ച ചെയ്ത് അവസാന ഉത്തര സൂചിക തയ്യാറാക്കും.
ഇത് ശരിക്കും ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളുടെയും ഉത്തരസൂചികകൾ ഇതേമാതിരിയാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തയ്യാറാക്കിയ ഉത്തരസൂചികകളുടെ അടിസ്ഥാനത്തിലാണ് പേപ്പർ നോക്കുന്നത്. അപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആ 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ 3 പോയിന്റ് ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഈ ഉത്തരസൂചികളിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ഉത്തരസൂചികൾ മുഴുവനും പ്രിൻ്റ് എടുത്ത് ഓരോ പേപ്പർ നോക്കുന്ന ഓരോ അധ്യാപകർക്കും കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്ന അല്ലെങ്കിൽ പേപ്പറുകൾ നോക്കുന്നത്. അതാണ് സ്കീം ഫൈനലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വേറൊരു പരീക്ഷ നടത്തിയിട്ടുള്ള ഒരു വളരെ പ്രത്യേക വർക്ക് പ്രത്യേകമല്ല, സാധാരണ നടക്കുന്ന മറ്റൊരു വർക്ക് എന്ന് വെച്ചാൽ പരീക്ഷ കഴിഞ്ഞ വിഷയങ്ങളുടെ സാധാരണഗതിയിൽ ഉത്തരക്കെട്ടുകൾ 2 ദിവസത്തിനുള്ളിൽ ഈ നോക്കുന്ന സെൻറ്ററിലെത്തും. ഇപ്പം നമുക്കറിയാം 23-ാം തീയതി പരീക്ഷ കഴിഞ്ഞ ഉത്തര പേപ്പറുകൾ 23 തന്നെ സ്കൂളുകളിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അത് 25-ാം തീയതി പേപ്പർ നോക്കുന്ന സെൻറ്ററിൽ ലഭിക്കും. അതിനുശേഷം ആ കെട്ടുകളൊക്കെ തന്നെ എല്ലാ കെട്ടുകളും ഏകദേശം ഒരു സെൻറ്ററിലെ 1 ലക്ഷം 1.25 ലക്ഷം 1.40 1.5 ലക്ഷം പേപ്പറുകളൊക്കെ ഉണ്ടായിരിക്കും. ആ കെട്ടുകളൊക്കെ പൊളിച്ച് പേപ്പറുകളൊക്കെ വെരിഫൈ ചെയ്ത് ഓരോ കെട്ടിലും എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പരീക്ഷ കഴിഞ്ഞ വിഷയങ്ങളുടെയൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ 70 സെൻറ്ററുകളിലായിട്ടാണ് ഈ മൂല്യനിർണ്ണയം നടക്കുന്നത്. അപ്പം മറ്റൊരു നടപടിക്രമം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ പേപ്പർ നോക്കുന്ന അധ്യാപകരുടെയും പേപ്പർ നോക്കുന്ന അധ്യാപകരുടെ തൊട്ട് മുന്നിലുള്ള ചീഫ് സൂപ്രണ്ടുമാർ, അതായത് സൂപ്പർവിഷൻ നടത്തുന്ന ചീഫ് സൂപ്രണ്ടുമാരുടെയും നിയമിക്കുന്നത് പരീക്ഷാഭവനാണ്. അവരുടെ 2 വിഭാഗത്തിൻ്റെയും നിയമനം ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പരീക്ഷാഭവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റെപ്പും അത് എപ്പോൾ വാല്യുവേഷൻ തുടങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും നടക്കുന്ന, അതായത് ഏപ്രിൽ 6-ന് തുടങ്ങാം എന്ന രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ പരീക്ഷാഭവൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ, നമ്മൾ വോട്ടെടുപ്പ് പോലെയുള്ള ചില കാരണങ്ങളാൽ നമ്മളത് ഏപ്രിൽ 16-ലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരിതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രേസ് മാർക്കിനുള്ള അപേക്ഷ അപ്ലോഡ് ചെയ്യുന്നത് മാർച്ച് 30-ഓടുകൂടി അവസാനിക്കും. ഇപ്പോൾ മാർച്ച് 21 മുതൽ 30 വരെയാണ് അപ്ലോഡിംഗ് ടൈം കൊടുത്തിട്ടുള്ളത്. അതും 30-ാം തീയതി അവസാനിക്കും. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ പേപ്പർ നോക്കുന്നതിന് പ്രത്യേക മാറ്റങ്ങളൊന്നും ഈ വർഷവും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പേപ്പർ നോക്കുന്നത്. ഏകദേശം 4,27,000-ഓളം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അവരുടെ ഫലമാണ് വരാനുള്ളത്. ഇതിൽ ഈ വർഷവും ഈ എഴുത്തു പരീക്ഷയിൽ 30% വേണമെന്ന നിബന്ധന ഇപ്രാവശ്യവും ഇല്ല. അതായത് ഉന്നത പഠനത്തിന് യോഗ്യത നേടണമെങ്കിൽ കുട്ടികൾ പേപ്പർ നോക്കിക്കഴിയുമ്പം കുട്ടികൾക്ക് D+ കിട്ടണം. അപ്പോൾ D+ എന്ന് പറയുന്നത് CE അടക്കം 30% ഈ വർഷവും. CE അടക്കം 30% എന്ന് പറയുമ്പോൾ എഴുത്തു പരീക്ഷയിൽ 40 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ ആ കുട്ടിക്ക് എഴുത്തു പരീക്ഷയിൽ മിനിമം 5 മാർക്ക് കിട്ടിയാൽ കുട്ടി D+ ആവും. 80 മാർക്കിൻ്റെ വിഷയത്തിൽ മിനിമം 10 മാർക്ക് കിട്ടിയാൽ, 80 മാർക്ക് എഴുത്തു പരീക്ഷയുടെ വിഷയത്തിൽ 10 മാർക്ക് കിട്ടിയാൽ കുട്ടി പാസ്സായി, അഥവാ കുട്ടിക്ക് D+ കിട്ടി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഞാനിത് ഒരറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ 10ാം ക്ലാസ് പരീക്ഷ തുടർന്നുണ്ടാകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. +1 അഡ്മിഷൻ, പിന്നെ ഓരോ ഘട്ടങ്ങളിലുള്ള അഡ്മിഷൻ, സ്റ്റേജ് 1, 2, 3 അങ്ങനെ പോകാറുണ്ട്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതി, മാർക്ക് ലിസ്റ്റ് എപ്പോൾ കിട്ടും, ഓരോന്നിനും എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, ഇങ്ങനെയുള്ള കൃത്യമായ അപ്ഡേറ്റ്സ് വീഡിയോയിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉപരിപഠനത്തിന് അർഹത നേടാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ SLCയിലെ അടുത്ത അപ്ഡേറ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. കൃത്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ചാനലിലൂടെ വരുന്ന വിവരങ്ങളൊക്കെ കൃത്യമായ വിവരങ്ങളും ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ മാത്രമായിരിക്കും എന്നറിയിച്ചുകൊണ്ട്
ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.